നമസ്കാരം. വിരാട് കോഹ്ലി ഏകദിന റിട്ടയർമെന്റിലേക്കോ? ഇത് പറയാൻ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഓസ്ട്രേലിയയുമായിട്ടുള്ള ഏകദിന പരമ്പരയിൽ ഇത് തുടർച്ചയായി 2ാം തവണയാണ് വിരാട് കോഹ്ലി ഡക്ക് ഔട്ട് ആകുന്നത്. ഇതുവരെ തൻ്റെ കരിയറിൽ ഒരൊറ്റ തവണ പോലും ഏകദിന മത്സരങ്ങളിൽ തുടർച്ചയായി അടുപ്പിച്ചടുപ്പിച്ച് വിരാട് കോഹ്ലി 0-ന് പുറത്തായിട്ടില്ല. ആദ്യത്തെ മത്സരത്തിൽ 9 പന്തുകൾക്ക് 0-ന് പുറത്തായ വിരാട് കോഹ്ലി രണ്ടാമത്തെ മത്സരമായ ഇന്ന് നടന്നത് 4 പന്തിനാണ് പുറത്തായത്. ആ ഒരു സാഹചര്യത്തിൽ വിരാട് കോഹ്ലി ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുകയാണെന്നൊരു ചോദ്യമുണ്ട്. 2027 വരേക്ക് വിരാട് കോഹ്ലി പോകുമോ എന്നൊരു ചോദ്യവും നിലനിൽക്കുകയാണ്. ഒന്നാമത് അഡ്ലൈഡ് ഓവൽ പോലൊരു സ്റ്റേഡിയത്തിൽ വിരാട് കോഹ്ലിയുടെ ഏറ്റവും ഫേവറേറ്റ് സ്റ്റേഡിയങ്ങളിൽ ഒന്നാണത്. കാരണം 4 മത്സരങ്ങളിൽ നിന്നും 240-ന് മുകളിൽ റൺസ്, ആവറേജ് ഓഫ് 61.10, അതിനകത്ത് ഒരു സെഞ്ചുറി, ഹയസ്റ്റ് സ്കോർ 107. അങ്ങനെ ഒരു രീതിയിൽ നിൽക്കുന്ന വിരാട് കോഹ്ലിയുടെ സ്റ്റാറ്റ്സിനെ പൊളിച്ചുകൊണ്ടാണ് അഡ്ലൈഡ് ഓവൽ പോലെ വിരാട് കോഹ്ലിയുടെ ഏറ്റവും ഫേവറേറ്റ് തട്ടകത്തിൽ വിരാട്ടിനെ അടിപഴക്കുന്നത്. നേരത്തെ പെർത്തിലും അടിപഴിച്ചു, ഇപ്പോൾ അഡ്ലൈഡിലും അടിപഴക്കുന്ന വിരാട് കോഹ്ലിയുടെ രീതി ഇനി എങ്ങോട്ടാണ് പോകുന്നത്? കാരണം നമുക്ക് ഇന്നത്തെ മത്സരം തന്നെ എടുത്തു നോക്കാം. ശുഭ്മൻ ഗിൽ 9 റൺസിന് പുറത്തായി. ശുഭ്മൻ ഗില്ലിനെ പലരും ട്രോളാത്തത് ഇപ്പോഴും വിരാട് കോഹ്ലി 0-ന് പുറത്തായി നിൽക്കുന്ന ഒരു സാഹചര്യം കൊണ്ടാണ്. രോഹിത് 50 കൂടുതൽ അടിച്ചു. വിരാട് ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ പോലും വിരാട്ടിനുള്ളിൽ കോൺഫിഡൻസ് വ്യക്തമാണ്. ഒരു ബോഡി ലാംഗ്വേജ് വിരാട്ടിന് വയ്യായെന്നോ പ്രായമായെന്നോ അല്ല. ആ വിരാട്ടിൻ്റെ അജിലിറ്റി, വിരാട്ടിൻ്റെ സ്റ്റാമിനയെ വെല്ലാൻ ഇന്നും ഇന്ത്യൻ ക്രിക്കറ്റിൽ ഈ പുതിയ താരങ്ങൾക്ക് പോലും പറ്റത്തില്ല. അതൊന്ന് വേറൊരു കഥ. പക്ഷേ വിരാട്ടിൻ്റെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ബോഡി ലാംഗ്വേജിൽ നിന്ന് സ്റ്റാൻസ് എടുത്തതിന് ശേഷം വിരാട്ടിന് അടി തെറ്റുകയാണോ എന്നൊരു വലിയ ചോദ്യം നിൽക്കുകയാണ്. ഇപ്പോൾ ബാർലറ്റിൻ്റെ പന്തിൽ ലെഗ് ബിഫോർ ആയിട്ടാണ് വിരാട് പുറത്താവുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ എഡ്ജ്ഡ് ആയിരുന്നു. വിരാട്ടിന് കൃത്യമായി ഷോട്ട് പ്ലേസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നൊരു ചോദ്യം നിൽക്കുകയാണ്. ഇപ്പോൾ ലെജൻഡിനെ കളി പഠിപ്പിക്കാൻ ഞാൻ ആളല്ല, പക്ഷേ എന്നാൽ പോലും ഫോമിലല്ലെങ്കിൽ ഏതൊരു താരവും ടീമിന് ബാധ്യതയാണ്. അതൊരു വ്യക്തമായ കാര്യം തന്നെയാണ്. നമുക്ക് പണ്ട് സെഞ്ചുറികൾ അടിച്ചിട്ടുണ്ട്, പണ്ട് കളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിങ്ങളും യോജിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 കളി കൊണ്ട് വിരാട് കോഹ്ലിയെ വിലയിരുത്താനും നമ്മൾ ആരും ആളുകളല്ല. പക്ഷേ നിലവിൽ ഫോമിലല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പുള്ളി റിട്ടയർ ചെയ്യുക എന്നുള്ളത്. അടുത്ത മത്സരത്തിൽ പോലും വിരാട് കോഹ്ലി സ്വയമേ മാറി നിൽക്കുമെന്ന കാര്യത്തിൽ അറിയില്ല. ഇനി അതിന് അടുത്ത സീരീസിന് മുന്നോടിയായിട്ട് വിരമിക്കാനാണോ പ്രഖ്യാപനമെന്നും അറിയില്ല. പുറത്തായതിനു ശേഷം അഡ്ലൈഡ് ഓവൽ ഡക്കൗട്ടിലേക്ക് പോകുന്നത് വഴി കാണികളെ നോക്കി വിരാട് കോഹ്ലി കൈവീശി കാണിക്കുന്ന ഒരു രംഗമുണ്ട്. ആ കൈവീശി കാണിക്കുന്ന രംഗത്ത് നിന്നുകൊണ്ടാണ് ഇപ്പോൾ വിരാട് കോഹ്ലി വിരമിക്കലിലേക്ക് നീങ്ങുകയാണോ എന്നൊരു ചോദ്യത്തിലേക്ക് വരുന്നത്. നേരത്തെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച വിരാട് കോഹ്ലി ഇപ്പോൾ ഇനി തുടർന്ന് എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ തുടർന്നുള്ള നീക്കം എന്താണ് എന്നുള്ളത് ഏവരും ഉറ്റുനോക്കിയതാണ്. ഏകദേശം 7 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു റെസ്റ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു വിരാട്ടിന്. അതിനുശേഷമാണ് ഇപ്പോൾ ഓസ്ട്രേലിയൻ മണ്ണിലേക്ക് വിരാട് ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞുകൊണ്ട് കളിക്കാനായി എത്തുന്നത്. രോഹിതും വിരാട്ടും കൂടി ഒരുമിച്ച് വീണ്ടും അത്രയും നാളുകൾക്ക് ശേഷമാണ് കളിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വിരാട്ടിന് ഇതുവരെ ഒരു റണ്ണ് കണ്ടെത്താൻ കഴിഞ്ഞ 2 മത്സരങ്ങൾക്കും സാധിക്കാതെ വരുന്നതോടുകൂടിയാണ് ഇതൊരു വലിയ രീതിയിലുള്ള ചർച്ചയാവുകയും വലിയ രീതിയിലേക്കും കാര്യങ്ങൾ മറിയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വിരാട് കോഹ്ലി റിട്ടയർമെൻറ്റിലേക്ക് നീങ്ങുകയാണോ, ഏകദിന ക്രിക്കറ്റിൽ നിന്നും പൂർണ്ണമായും റിട്ടയർമെൻറ്റിലേക്ക് നീങ്ങുകയാണോ എന്ന കാര്യത്തിലാണ് നിൽക്കുന്നത്. എന്തായാലും കഴിഞ്ഞ മത്സരത്തിന് ശേഷം വിരാട് കോഹ്ലി പറഞ്ഞ വാക്കുകൾ താൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുകയാണ് എന്നുള്ളത് സംബന്ധിച്ചാണ്. ഈ റെസ്റ്റിംഗ് പീരീഡ് പൂർണ്ണമായും തനിക്ക് പുതിയൊരു ഉണർവ് നൽകാൻ സാധിച്ചു എന്നൊക്കെ വിരാട് പറഞ്ഞിരുന്നു. ആ സാഹചര്യത്തിൽ റിട്ടയർമെൻറ്റിലേക്ക് ചിലപ്പോൾ ഉറ്റുനോക്കുന്നില്ലായിരിക്കാം. പക്ഷേ എന്തുകൊണ്ട് ആ അഭിവാദ്യം, എന്തുകൊണ്ട് ജനങ്ങൾ നോക്കി അഭിവാദ്യം നൽകി? ചിലപ്പോൾ അഡ്ലൈഡിലുള്ള അവസാന മത്സരമായിരിക്കുമോ വിരാട്ടിൻ്റേത്? അവസാന ഏകദിന മത്സരമായിരിക്കുമോ അഡ്ലൈഡ് ഓവലിൽ? ചിലപ്പോൾ വിരാട്ടിന് ഒരുപാട് ഓർമ്മകൾ ഉള്ള ആ ഒരു ഗ്രൗണ്ട് വിരാട് ഇനി അവിടെ കളിക്കില്ലേ എന്നുള്ളതാണോ? 2 റിട്ടയർമെൻറ്റ് സ്റ്റേജിലേക്ക് വിരാട് കോഹ്ലി നീങ്ങുകയാണോ എന്നുള്ളതാണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രതീക്ഷകൾ, എന്തൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.